ഞാൻ ഒട്ടും ഓക്കെ അല്ലെന്ന് എനിക്കും എന്റെ ചുറ്റിനുള്ളവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒരാവശ്യമില്ലാണ്ട് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുവാണ്. എന്തുവാ ചിന്തിച്ചിരിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്റെ ചിറ്റ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. ചിറ്റ വന്നിട്ട് അപ്പൂസിനോട് പറയുന്നത് കേട്ട് ഇവളിങ്ങനെ ഈ സമയത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന അത്ര നല്ലതല്ല, നീ അവളെ കൊണ്ട് കുറച്ച് വെളിയിലൊക്കെ പോവാനായിട്ട്. അപ്പൂസിന് എനിക്ക് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയാൽ മതിയെന്നാണ്. സത്യത്തിൽ മനസ്സിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും പോകാൻ പറ്റിയ ഏറ്റവും നല്ല അമ്പലം എന്നെ സംബന്ധിച്ചിടത്തോളം മണ്ണാർശാലയാണ്. പക്ഷെ നമുക്ക് അവിടം വരെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനെടുത്ത് ഹനുമാൻ അമ്പലത്തിലും പിന്നെ പോയത് വളവനാട് അമ്പലത്തിലുമാണ്. ഹനുമാൻ അമ്പലത്തിലെ വടമാല ഉണ്ടല്ലോ, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ അപ്പൂസിനോട് പറഞ്ഞു എനിക്കത് വേണോ. വടമാല വഴിപാട് കിട്ടുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് അവിടെ പോകാൻ ആർക്കും പറ്റാത്തത് കൊണ്ട് അപ്പൂസ് പിന്നൊരു ദിവസത്തേക്ക് അത് മാറ്റി വെച്ചു. പക്ഷെ എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോഴാണ് അനിയൻ വിളിച്ചേച്ചും പറയുന്നത് വൈകുന്നേരം സർപ്പക്കാവിൽ വിളക്കിടാൻ പോവാന്ന്. സർപ്പക്കാവിന്റെ അടുത്ത് തന്നെയാണ് ഹനുമാൻ അമ്പലം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ ഹനുമാൻ അമ്പലത്തിന്റെ അടുത്തുണ്ട്, പുള്ളിക്കാരനെ വിളിച്ചേച്ച് എനിക്കിങ്ങനെ വടമാല വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വഴിപാട് അപ്പം എഴുതിയിട്ട് വൈകുന്നേരം നമ്മൾ പോയി വടമാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ അമ്മയ്ക്ക് വരെ മനസ്സിലാകുന്നത് ഞാൻ വടമാല നേർന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഒരു തുള്ളി പോലും മിച്ചം വെക്കാത്തത് കൊണ്ട് അമ്മേനെ വഴക്ക് പറയാനും സാധ്യതയുണ്ട്. വണ്ടിയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പകുതിയും തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്കൊക്കെ കുറേശ്ശെയാണ് ഞാൻ കൊടുത്തത്, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് വടമാല. ഈ കഥ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പൂസിന്റെ കൂട്ടത്തിൽ എന്നെ PSC ക്ലാസ്സിൽ വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഹനുമാൻ അപ്പൂപ്പനെ നമ്മളിങ്ങനെ ഓരോരോ പേപ്പറുകളിലായിട്ട് ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പാടില്ലാഞ്ഞതുകൊണ്ട് ജയ് ഹനുമാൻ എന്നോ ആഞ്ജനേയായ നമയെന്നോ എഴുതിയിട്ട് ചെറിയ ചെറിയ പേപ്പറുകളല്ലേ അത് കോർത്ത് മാല ഉണ്ടാക്കിയിട്ട് നമ്മൾ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ ആ പ്രാർത്ഥന എന്തായാലും ഹനുമാൻ സ്വാമി കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പുട്ടായതുകൊണ്ട് അപ്പൂസിന്റെ വീട്ടിൽ എൻ്റെ ഫേവറേറ്റ് ഇടിയപ്പമായിരുന്നു കേട്ടോ. ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ അമ്മയൊന്നും ഇല്ല, അതും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു.